ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മദർ തെരേസ, അമീർ ഖുസരോ യാ ഗാന്ധിജി യെ ലോഗ് ആജ് സിന്ദ നഹി ഹെ. മദർ തെരേസയും അമീർ ഖുസരോവും ഗാന്ധിജിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. पर इन्हें सब आज भी याद रहते हैं. പക്ഷേ ഇന്നും ഇവരെ എല്ലാവരും ഓർക്കുന്നുണ്ട്. ക്യോം, എന്തുകൊണ്ട്? ആൻസർ നോക്കാം. मदर तेरेसा, अमीर गुसरो और गांधी जी जैसे महान व्यक्तियों को आज भी याद किया जाता है. മദർ തെരേസയും അമീർ ഗുസരോ, ഗാന്ധിജി തുടങ്ങിയ മഹാത്മന്മാരെ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. ക്യോങ്കി വേ ദൂസരോം കി ഫലായി കെ ലിയെ ജിയെ. കാരണം അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഓർ അപ്പനെ ശ്രേഷ്ഠ കാര്യവും വ വിചാരവും സെ സമാജ് കോ പ്രേരിത് കിയ. കൂടാതെ അപ്പനെ ശ്രേഷ്ഠ കാര്യവും അവരുടെ ഉന്നത പ്രവർത്തികളും വ വിചാരവും ചിന്തകളും സമാജ് കോ പ്രേരിത് കിയ, സമൂഹത്തിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇവരെ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നാനാ കോയി ഓർ ഷേർ കി ബാത് ബതാവോന. മുത്തശ്ശ, ഇനി വേറെ ഏതെങ്കിലും ഈരടികളെ പറ്റി പറയാമോ? യഹാം നിമ്മി കാ കോൺസ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ നിമ്മിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ആൻസർ നോക്കാം. നിമ്മി ഷേർ കാ മത്ലബ് സുൻകർ ഹൈറാൻ ഹുയി. നിമ്മി ഈരടികളുടെ അർത്ഥം കേട്ട് അത്ഭുതപ്പെട്ടു. ഇവിടെ ഷേർ എന്ന് പറയുന്നത് ഈരടികളാണ്. ഹൈറാൻ എന്ന് പറയുന്നത് എന്താണ്? അത്ഭുതപ്പെടുക. വഹ് ഓർഫി ഷേർ സുനന ചാഹത്തി ഹെ. അവൾ ഇനിയും ഈരടികൾ കേൾക്കാൻ ആഗ്രഹിച്ചു. യഹാ മുസ്കെ ജ്ഞാനാർജൻ കാ മനോഭാവുഫി പ്രകട ഹോത്താ ഹെ. ഇവിടെ അവളുടെ അറിവ് നേടാനുള്ള മനോഭാവമാണ് പ്രകടമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കെ ആധാർ പർ താലിക മേ സഹി യാ ഖലത് ലിഖെ. കഥയുടെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. ആദ്യത്തെ എന്താണ്? ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർത്ത. ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതണം? സഹി എന്ന് കൊടുക്കുക. അടുത്തതെന്താ നോക്കിയേ. നാനാനെ നിമ്മിക്കോ ടാറ്റ. മുത്തശ്ശൻ നിമ്മിയെ വഴക്കു പറഞ്ഞു. മുത്തശ്ശൻ നിമ്മിയെ വഴക്കു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോഴിത് തെറ്റാണ്. മുത്തശ്ശൻ നിമ്മിയെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഖലത്ത്, തെറ്റ്. അടുത്തത് നോക്കിയേ. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാത്ത. ബർത്ത്ഡേ കാർഡിൽ ഈരടികൾ എഴുതിയിട്ടുണ്ട്. അത് ശരിയല്ലേ? ബർത്ത്ഡേ കാർഡിൽ ഈരടികൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? സഹി. അടുത്തത് നിമ്മീനെ നാനാക്കോ കാർഡ് ദിഖായ. നിമ്മി മുത്തശ്ശനെ കാർഡ് കാണിച്ചു. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സഹി. അടുത്തത് നോക്കിയേ. വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ഖിലൗനെ ദിയെ. വിനോദ് അങ്കിള് നിമ്മിക്ക് കളിപ്പാട്ടം കൊടുത്തു. വിനോദ് അങ്കിള് നിമ്മിക്ക് കളിപ്പാട്ടമാണോ കൊടുത്തത്? അല്ലല്ലോ, ഒരു ബർത്ത്ഡേ കാർഡല്ലേ കൊടുത്തത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ എന്ത് എഴുതാം? ഖലത്ത്. അടുത്തത് മഹാത്മാവോം കി യാദ് ഹമേഷ രഖി ജാത്തി ഹെ. മഹാന്മാരുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. അത് ശരിയല്ലേ? അപ്പോൾ അവിടെ എന്ത് എഴുതാം? സഹി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സഹി മിലാൻ കർക്കെ വാക്യ ബനായേ. ശരിയായി യോജിപ്പിച്ച് വാക്യം ഉണ്ടാക്കുക. ആദ്യത്തെ കോളത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? മിർസ ഗാലിബ്, ദുനിയ ഹമേ, ഷേർമേം, ഹസാരോം സാൽ. ഇനി രണ്ടാമത്തെ കോളത്തിലോ? കോൺ ജീത്താ ഹേ, तो लाइन्स होती है, ഉർദു കെ ഷായർ തേ, ഹമേഷ യാദ് രഖേ. ഇനി നമുക്ക് ഓരോന്നായിട്ട് യോജിപ്പിക്കാം. മിർസ ഗാലിബ്. മിർസ ഗാലിബ് ഉർദു കെ ഷായർ തേ. മിർസ ഗാലിബ് ഉർദുവിലെ കവിയായിരുന്നു. ദുനിയ ഹമേ ഹമേഷ യാദ് രഖേ. ലോകം നമ്മളെ എന്നും ഓർത്തിരിക്കും. ഷേർ മേം ദോ ലൈൻസ് ഹോത്തി ഹെ. ഈരടികളിൽ
രണ്ട് വരികൾ വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹസാരോം സാൽ കോൺ ജീത്താ ഹേ? 1000 വർഷം ആര് ജീവിക്കും? അടുത്ത ക്വസ്റ്റ്യൻ, ബർത്ത്ഡേ കാർഡ് की विशेषताओं पर निम्मी और सहेली റീന के बीच बातें होती है. ബർത്ത്ഡേ കാർഡിൻ്റെ വിശേഷതയെപ്പറ്റി നിമ്മിയും നിമ്മിയുടെ കൂട്ടുകാരിയുമായി സംഭാഷണമുണ്ടായി. വഹ് ബാത്ചീത് തയ്യാർ കരെ. ആ ഒരു സംഭാഷണം എഴുതുക. ആൻസർ നോക്കിക്കോളൂ. റീന, നിമ്മി കൽ തുമ്ഹാരാ ജന്മദിൻ താ, ജന്മദിൻ മുബാറക്. നിമ്മി, ഇന്നലെ നിൻ്റെ ജന്മദിനമായിരുന്നില്ലേ, ജന്മദിനാശംസകൾ. നിമ്മി, ധന്യവാദ്. മുझे വിനോദ് അങ്കിൾ से एक कार्ड मिला जिसमें ഖാലിബ് का शेर था. നിമ്മി റീനയോട് ആദ്യം താങ്ക്സ് പറയുന്നു. അതിനുശേഷം എന്താ പറയുന്നത്? വിനോദ് അങ്കിൾ ഒരു കാർഡ്, ബർത്ത്ഡേ കാർഡ് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ ഖാലിബിൻ്റെ ഷെയർ ഉണ്ടായിരുന്നെന്നും പറയുന്നു. അപ്പോൾ റീന ചോദിക്കുകയാണ്, റീന, ഷെയർ ക്യാ ഹോത്താ ഹേ? ഈ ഷെയർ എന്താണ്? നിമ്മി, ഖാലിബ് ഉർദു കെ മഹാൻ ഷായർ थे. ഖാലിബ് ഉറുദുവിലെ മഹാനായ കവിയാണ്. ഉൻകി കവിതാക്കി തോ പങ്ക്തിയോं को ഷെയർ കഹത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ 2 വരികളെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്, അതായത് ഈരടികൾ. റീന, അച്ഛാ കോൺസാ ഷെയർ താ? ആ ശരി, ഏത് ഷെയർ ആയിരുന്നു, ഏത് ഈരടികളാണ്? നിമ്മി, തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50 ഹസാർ. അപ്പം നിമ്മി എന്ത് ചെയ്യാണ്? ആ ഈരടികൾ ഏതാണെന്ന് റീനയ്ക്ക് പാടി കേൾപ്പിച്ചു കൊടുക്കുന്നു. റീന, ഇസ്കാ മത്ലബ്, ഇതിനർത്ഥം എന്താ? നിമ്മി, मतलब यह है कि हम ऐसे अच्छे काम करें कि दुनिया हमें हमेशा याद रखे. അതായത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളെ എന്നും ഓർത്തിരിക്കും. ജൈസെ മദർ തെരേസ, അമീർ ഖുസരോ ഓർ ഗാന്ധിജി കോ ആജ് ഭി യാദ് കിയാ ജാത്താ ഹെ. മദർ തെരേസയും അമീർ ഖുസരോയും ഗാന്ധിജി എല്ലാം ഇന്ന് ഓർത്തിരിക്കുന്നില്ലേ, അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരും എന്നും ഓർക്കും. റീന, ബടിയ ബാത് ഹേ, തുമ്ഹേ ഓർ കോയി ഷെയർ ആത്താ ഹേ? ആഹാ, കൊള്ളാലോ. ഇനി നിനക്ക് വേറെ ഈരടികളൊക്കെ അറിയാവോ? നിമ്മി, നെഹി, നാനാ ബാത് മേ ബതായേങ്കെ. ഇല്ല, മുത്തശ്ശൻ പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. റീന, ചലോ ഘടി ബച്ച് ഗയി, കർഷാമേ ചലത്തേ ഹേ. വരൂ, ബെല്ലടിച്ചു, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിമ്മി, ഹാ ചലോ, വരൂ പോകാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്